ചന്ദ്രൻ ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമായി കണ്ട അത്ഭുത ഗ്രഹം. ഭൂമിയിലെ കവികൾ പാടിപ്പുകഴ്ത്തിയ, പ്രണയാതുരരായ കാമുകർ സാക്ഷിയാക്കിയ, ആധുനിക ലോകത്തെ ശാസ്ത്രജ്ഞർ അത്ഭുതത്തോടെ നോക്കിക്കണ്ട ഒരു ആകാശഗോളം. എന്നാൽ ചരിത്രത്തിൻ്റെ തണുത്തുറഞ്ഞ ഒരധ്യായത്തിൽ ഈ ശാന്തതയെ തകർക്കാൻ, ഈ സൗന്ദര്യത്തെ എന്നേക്കുമായി മുറിവേൽപ്പിക്കാൻ ഒരു വൻ ശക്തി പദ്ധതിയിട്ടിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് ഭ്രാന്തമായ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയുടെ കഥയല്ല, ഇതൊരു ചരിത്രമാണ്. ശീതയുദ്ധത്തിൻ്റെ ഭ്രാന്തിൽ അമേരിക്കൻ സൈന്യം അതീവ രഹസ്യമായി ആസൂത്രണം ചെയ്ത ഒരു ദൗത്യത്തിൻ്റെ കഥ. അവരുടെ ലക്ഷ്യം ചന്ദ്രനിൽ ഒരു അണുബോംബ് വർഷിക്കുക. എ സ്റ്റഡി ഓഫ് ലൂണാർ റിസർച്ച് ഫ്ലൈറ്റ്സ് അഥവാ പ്രൊജക്റ്റ് A119 എന്ന ലോകം ഇന്നേ വരെ അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും അപകടകരവും വിചിത്രവുമായ സൈനിക പദ്ധതികളിലൊന്ന്. ശാസ്ത്രവും സൈനിക ശക്തിയും ഭ്രാന്തമായ ദേശസ്നേഹവും കൂടിച്ചേർന്നപ്പോൾ പിറവിയെടുത്ത ഒരു രഹസ്യ പദ്ധതി. ഈ വീഡിയോയിൽ നമ്മൾ ആ ശീതയുദ്ധ കാലഘട്ടത്തിലേക്ക് തിരികെ സഞ്ചരിക്കുന്നു. എന്തിനായിരുന്നു അമേരിക്കയുടെ ഈ വിചിത്ര പദ്ധതി? ആരായിരുന്നു ഇതിന് പിന്നിൽ? എന്തുകൊണ്ടിത് നടന്നില്ല? പതിറ്റാണ്ടുകളോളം എങ്ങനെ ഇത് രഹസ്യമായി തുടർന്നു? നമുക്ക് തിരയാം ചരിത്രം മറക്കാൻ ശ്രമിച്ച ആ അധ്യായങ്ങളിലൂടെ. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. ലോകം രണ്ട് ചേരികളായി തിരിഞ്ഞു. ഒരു വശത്ത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പടിഞ്ഞാറൻ സഖ്യം, മറുവശത്ത് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സഖ്യം. അതോടെ അവർ തമ്മിലുള്ള ഒരു നിശബ്ദ വൈരവും ആരംഭിച്ചു. ആയുധങ്ങൾ കൊണ്ടുള്ള ഒരു നേർക്കുനേർ യുദ്ധമായിരുന്നില്ല അത്, മറിച്ച് ആശയങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും ചാരപ്രവൃത്തികളുടെയും ഒരു ശീതയുദ്ധം തന്നെയായിരുന്നു ഇത്. അമേരിക്കയിൽ അന്ന് റെഡ് സ്കെയർ അഥവാ ചുവന്ന ഭീതി പടർന്നു പിടിച്ച കാലമാണ്. സോവിയറ്റ് യൂണിയൻ എന്തിനും പോന്നവരാണെന്നും അവർ അമേരിക്കയെ നശിപ്പിക്കാൻ തക്കം പാർത്തിരിക്കുകയാണെന്നും ഉള്ള ഭയം ജനങ്ങളിൽ അതിശക്തമായിരുന്നു. ഈ ഭയമാണ് ശീതയുദ്ധത്തിന് ഇന്ധനം നൽകിയത്. പ്രസ്തുത ഭയം നിലനിൽക്കുമ്പോഴാണ് 1957 ഒക്ടോബർ 4 മോസ്കോയിൽ നിന്നുള്ള ആ വാർത്ത ലോകത്തെ ഞെട്ടിച്ചത്. സ്പുട്നിക് 1 എന്ന പേരിൽ മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ ഉപഗ്രഹത്തെ സോവിയറ്റ് യൂണിയൻ ബഹിരാകാശത്തെത്തിച്ചിരിക്കുന്നു. അമേരിക്കയ്ക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. നൂതന സാങ്കേതിക വിദ്യകളിൽ തങ്ങളാണ് മുന്നിൽ എന്ന് അഹങ്കരിച്ചിരുന്ന അമേരിക്കയ്ക്കേറ്റ ഒരു കനത്ത പ്രഹരം. സോവിയറ്റ് യൂണിയനുള്ള അമേരിക്കൻ മറുപടി വളരെ ദയനീയമായിരുന്നു. അവരുടെ വാൻഗാർഡ് റോക്കറ്റ് വിക്ഷേപണ തറയിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ചു. പത്രങ്ങൾ അതിനെ ഫ്ലോപ്നിക് എന്നും കപുട്നിക് എന്നും വിളിച്ച് പരിഹസിച്ചു. അമേരിക്കയുമായുള്ള ബഹിരാകാശ മത്സരത്തിൽ സോവിയറ്റ് യൂണിയൻ വ്യക്തമായ മേൽക്കൈ നേടിയിരിക്കുന്നു എന്ന് അവർ അഭിപ്രായപ്പെട്ടു. ഇത് വെറും ഒരു സാങ്കേതികവിദ്യാ മത്സരം മാത്രമായിരുന്നില്ല, ഇതൊരു സൈനിക ഭീഷണിയായിരുന്നു. ബഹിരാകാശത്ത് നിന്ന് പോലും അമേരിക്കയ്ക്ക് നേരെ അണുബോംബുകൾ വർഷിക്കാൻ സോവിയറ്റ് യൂണിയന് കഴിഞ്ഞേക്കുമെന്ന് പെൻറ്റഗൺ ഭയന്നു. ഈ ആശങ്കയിൽ അമേരിക്കൻ ജനതയുടെ ആത്മവിശ്വാസം തന്നെ തകർന്നു. അതോടെ പ്രസിഡന്റ് ഐസൻഹോവറിൻ്റെ ഭരണകൂടം കടുത്ത സമ്മർദ്ദത്തിലായി. ഉടനെ അമേരിക്ക എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. ലോകത്തിന് മുന്നിൽ തങ്ങൾ ദുർബലരല്ലെന്ന് തെളിയിക്കണം. സോവിയറ്റ് യൂണിയനെ ഞെട്ടിക്കുന്ന, ലോകത്തെ മുഴുവൻ സ്തബ്ധരാക്കുന്ന എന്തെങ്കിലും ഒന്ന്. ഈ നിരാശയിൽ നിന്നും ഭയത്തിൽ നിന്നുമാണ് ആ ഭ്രാന്തൻ ആശയം പിറവിയെടുത്തത്. ബഹിരാകാശത്ത് ഒരു ഉപഗ്രഹം എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ നമുക്ക് അതിലും വലുതൊന്ന് ചെയ്യാൻ കഴിയണം. ആകാശത്ത് എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒന്ന്. എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് ചന്ദ്രനെ ലക്ഷ്യം വെച്ചുകൂടാ? ചന്ദ്രനിൽ തങ്ങളുടെ ശക്തി പ്രകടിപ്പിച്ചാൽ അത് സോവിയറ്റ് യൂണിയനുള്ള വ്യക്തമായ ഒരു സന്ദേശമാകും. അങ്ങനെ 1958 US എയർഫോഴ്സിൻ്റെ മേശപ്പുറത്ത് ഒരു പുതിയ ഫയൽ തുറക്കപ്പെട്ടു. അതിൻ്റെ കോഡ് നാമം പ്രൊജക്റ്റ് A119. US എയർഫോഴ്സ് ഈ വിചിത്ര ദൗത്യത്തിൻ്റെ സാധ്യതാ പഠനം ഏൽപ്പിച്ചത് ഇല്ലിനോയ്സിലെ ആർമർ റിസർച്ച് ഫൗണ്ടേഷനെയാണ്.
എ സ്റ്റഡി ഓഫ് ലൂണാർ റിസർച്ച് ഫ്ലൈറ്റ്സ് എന്നായിരുന്നു അതിൻ്റെ ഔദ്യോഗിക നാമം. എന്നാൽ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അതീവ രഹസ്യമായിരുന്നു. ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ലിയോനാർഡ് റൈഫൽ എന്ന ഒരു യുവ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു. പിൽക്കാലത്ത് നാസയുടെ അപ്പോളോ പ്രൊജക്റ്റിൽ വരെ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി. അദ്ദേഹത്തിൻ്റെ ടീമിൽ 10ഓളം ശാസ്ത്രജ്ഞർ ഉണ്ടായിരുന്നു. റൈഫലിൻ്റെ ടീമിനോട് അമേരിക്കൻ വ്യോമസേന ആവശ്യപ്പെട്ടത് ഇതാണ്: ചന്ദ്രനിൽ ഒരു അണുബോംബ് സ്ഫോടനം നടത്തിയാൽ എന്ത് സംഭവിക്കും? അത് ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുമോ? അതിൻ്റെ രാഷ്ട്രീയവും സൈനികവുമായ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്? ഇതൊരു സാധാരണ ശാസ്ത്ര പഠനമായിരുന്നില്ല. ഇതൊരു സൈനിക ഓപ്പറേഷൻ്റെ ബ്ലൂ പ്രിൻ്റ് ആയിരുന്നു. പദ്ധതി അതിവേഗം മുന്നോട്ട് പോയി. അവർ ഒരുപാട് കാര്യങ്ങൾ കണക്കുകൂട്ടി. ഒന്നാമതായി ആയുധം. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന ബോംബിനോളം ശക്തിയുള്ള എന്നാൽ ഭാരം കുറഞ്ഞ W-25 എന്ന ചെറിയ ന്യൂക്ലിയർ വാർഹെഡ് ഉപയോഗിക്കാനായിരുന്നു പ്ലാൻ. രണ്ടാമതായി അത് ചന്ദ്രനിലെത്തിക്കാനുള്ള മാർഗം. അക്കാലത്ത് അമേരിക്ക വികസിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഇന്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ഇതിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അതിന് ചന്ദ്രൻ വരെ എത്താനുള്ള ശേഷി ഇല്ലായിരുന്നുവെങ്കിലും ചില മാറ്റങ്ങളോടെ അത് സാധ്യമാക്കാമെന്ന് അവർ കണക്കുകൂട്ടി. ഏറ്റവും പ്രധാനം, ഈ സ്ഫോടനം ഭൂമിയിൽ നിന്ന് കാണണം. അതിനായി ചന്ദ്രൻ്റെ ടെർമിനേറ്റർ എന്നറിയപ്പെടുന്ന പ്രകാശവും ഇരുട്ടും സംഗമിക്കുന്ന അതിർത്തി രേഖയിൽ സ്ഫോടനം നടത്താൻ ഇവർ പദ്ധതിയിട്ടു. അങ്ങനെയാകുമ്പോൾ ഉദിക്കുന്ന സൂര്യൻ്റെ പ്രകാശത്തിൽ സ്ഫോടനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കൂറ്റൻ പൊടിപടലങ്ങൾ തിളങ്ങും. അത് ഭൂമിയിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. ഇതൊരു സൈനിക ശക്തി പ്രകടനം മാത്രമായിരുന്നില്ല. ചില ശാസ്ത്രീയ ലക്ഷ്യങ്ങളും അവർ മുന്നോട്ട് വെച്ചു. ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ചും സ്ഫോടനം അവിടുത്തെ കാന്തിക മണ്ഡലത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും പഠിക്കുക എന്നതായിരുന്നു അത്. പക്ഷേ പ്രധാന ലക്ഷ്യം ഒന്നു മാത്രം: സോവിയറ്റ് യൂണിയനെ ശരിക്കും ഭയപ്പെടുത്തുക. ഈ 10 സംഘത്തിൽ പിൽക്കാലത്ത് ലോകപ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനും കോസ്മോസ് എന്ന ടെലിവിഷൻ സീരീസിലൂടെ പ്രശസ്തനുമായ ഒരു യുവ വിദ്യാർത്ഥി കൂടി ഉണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ കാൾ സേഗൻ. അന്ന് കാൾ സേഗൻ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവായ ജെറാഡ് കൈപ്പർ വഴിയാണ് സേഗൻ ഈ പ്രൊജക്റ്റിൽ എത്തുന്നത്. ചന്ദ്രനിലെ സ്ഫോടനം മൂലമുണ്ടാകുന്ന പൊടിപടലങ്ങളുടെ വലിപ്പം കണക്കാക്കുക, അത് എത്ര ദൂരം വ്യാപിക്കും, എങ്ങനെ ഭൂമിയിൽ നിന്നും ദൃശ്യമാകും എന്നൊക്കെ ഗണിതശാസ്ത്രപരമായി പ്രവചിക്കുക. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. കൂടാതെ സ്ഫോടനം ചന്ദ്രനിലെ അന്തരീക്ഷത്തിൽ ജീവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പഠിക്കാനുള്ള സാധ്യതകളെ എങ്ങനെ ബാധിക്കുമെന്നും പഠിക്കാനും കാൾ സേഗനെ ചുമതലപ്പെടുത്തി. 1959 ലിയനാർഡോ റൈഫലും സംഘവും തങ്ങളുടെ റിപ്പോർട്ട് എയർഫോഴ്സിന് സമർപ്പിച്ചു. നിഗമനം ഇതായിരുന്നു: പദ്ധതി സാങ്കേതികമായി സാധ്യമാണ്. അപകടങ്ങൾ ഉണ്ടെങ്കിലും ചന്ദ്രനിൽ ഒരു അണുബോംബ് സ്ഫോടനം നടത്താൻ ഉറപ്പായും അമേരിക്കയ്ക്ക് കഴിയും എന്നായിരുന്നു ഇതിലെ ഉള്ളടക്കം. റിപ്പോർട്ട് പെൻറ്റഗന്റെ മേശപ്പുറത്തെത്തി. പദ്ധതി സാങ്കേതികമായി സാധ്യമാണ്. എന്നാൽ സാധ്യം എന്നതിനപ്പുറം അത് ബുദ്ധിയാണോ എന്ന വലിയ ചോദ്യം ഉയർന്നു വന്നു. പദ്ധതിയുടെ ഏറ്റവും വലിയ റിസ്ക് അതിൻ്റെ പരാജയ സാധ്യതയായിരുന്നു. 1950കളുടെ അവസാനത്തിൽ റോക്കറ്റ് സാങ്കേതികവിദ്യ ഇന്നത്തെ പോലെ വിശ്വസനീയമായിരുന്നില്ല. അമേരിക്കയുടെ വാൻഗാർഡ് റോക്കറ്റ് പരാജയപ്പെട്ടത് ഓർക്കുക. ഒന്നാമത്തെ ഭയം വിക്ഷേപണം പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നതായിരുന്നു. ഒരു അണുബോംബും വഹിച്ചുകൊണ്ടുപോകുന്ന റോക്കറ്റ് വിക്ഷേപണ തറയിൽ വെച്ച് പൊട്ടിത്തെറിച്ചാൽ, അല്ലെങ്കിൽ അത് ലക്ഷ്യം തെറ്റി ഭൂമിയിലെ ജനവാസമുള്ള ഏതെങ്കിലും പ്രദേശത്ത് പതിച്ചാൽ, ഒരുപക്ഷെ സോവിയറ്റ് യൂണിയനിൽ തന്നെ വീണാൽ അതൊരു 3ാം ലോക മഹായുദ്ധത്തിന് തന്നെ കാരണമാവും. രണ്ടാമത്തെ ഭയം ഈ റോക്കറ്റ് ചന്ദ്രനെ ലക്ഷ്യം തെറ്റി ബഹിരാകാശത്തേക്ക് പോയാലോ എന്നൊരു സാധ്യതയായിരുന്നു. അതൊരു സ്ഥിരം ആണവ ഭീഷണിയായി ഭൂമിയെ വലം വെച്ചേക്കാം എന്നുള്ള വലിയൊരു ഭീതിയും തദവസരത്തിൽ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തെ അലട്ടി. ഇതിനെല്ലാം ഉപരി ഈ പദ്ധതിക്കെതിരെ ശാസ്ത്രലോകത്തു നിന്ന് തന്നെ എതിർപ്പുകൾ ഉയർന്നു. പ്രൊജക്റ്റിലുണ്ടായിരുന്ന കാൾ സേഗൻ തന്നെ ചന്ദ്രനിലെ സ്ഫോടനം ഉണ്ടാക്കുന്ന ശാസ്ത്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു. സേഗനും മറ്റ് ശാസ്ത്രജ്ഞരും ഭയന്നത് റേഡിയോ ആക്റ്റീവ് കണ്ടാമിനേഷനെ ആയിരുന്നു. ചന്ദ്രൻ ശാസ്ത്രീയ പഠനങ്ങൾക്കുള്ള പ്രിസ്റ്റീൻ അഥവാ കളങ്കമില്ലാത്ത ഒരു ലബോറട്ടറിയാണ്. അവിടെ ഒരു അണുബോംബ് സ്ഫോടനം നടത്തിയാൽ ചന്ദ്രൻ്റെ സ്വാഭാവിക ഘടന തന്നെ എന്നേക്കുമായി നശിക്കും. ഭാവിയിൽ
അവിടെ ജീവൻ്റെ തുടിപ്പുകളോ ജലത്തിൻ്റെ അംശമോ കണ്ടെത്താനുള്ള എല്ലാ സാധ്യതകളും ആ സ്ഫോടനം ഇല്ലാതാക്കും. സൈനിക ഉദ്യോഗസ്ഥർക്കിടയിലും ഈ പ്രൊജക്റ്റിനെക്കുറിച്ച് ഭിന്നാഭിപ്രായം ഉയർന്നിരുന്നു. നിർദ്ദിഷ്ട പദ്ധതി സോവിയറ്റ് യൂണിയനെ ഭയപ്പെടുത്തുന്നതിന് പകരം ലോകമെമ്പാടുമുള്ള ജനങ്ങളെ അമേരിക്കയ്ക്കെതിരാക്കുമെന്ന് അവർ വാദിച്ചു. ചന്ദ്രൻ എല്ലാവരുടേതുമാണ്. സമാധാനത്തിൻ്റെ പ്രതീകമായ ചന്ദ്രനെ അണുബോംബ് ഉപയോഗിച്ച് ആക്രമിക്കുന്ന ഒരു രാജ്യത്തെ ലോകം എങ്ങനെ കാണുമെന്നായിരുന്നു ഈ ഉദ്യോഗസ്ഥരുടെ ചോദ്യം. അതിനിടയിൽ 1959 സെപ്റ്റംബറിൽ സോവിയറ്റ് യൂണിയൻ മറ്റൊരു നേട്ടം കൂടി കൈവരിച്ചു. അവരുടെ ലൂണ 2 പേടകം ചന്ദ്രനിൽ ഇടിച്ചിറങ്ങുന്ന ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തുവായി മാറി. അങ്ങനെ ആഗോള ബഹിരാകാശ മത്സരത്തിൽ അവർ വീണ്ടും മുന്നിലെത്തി. ഈ സംഭവ വികാസങ്ങളെല്ലാം അമേരിക്കയുടെ ചിന്താഗതിയെ തന്നെ മാറ്റി. സ്പുട്നിക് ഷോക്കിന് ശേഷം പ്രസിഡന്റ് ഐസൻഹോവർ 1958 തന്നെ നാസ രൂപീകരിച്ചിരുന്നു. അതോടെ ബഹിരാകാശ ഗവേഷണം സൈന്യത്തിൻ്റെ കയ്യിൽ നിന്ന് മാറി സിവിലിയൻ ഏജൻസിയുടെ കീഴിലേക്ക് വരാൻ തുടങ്ങി. തൽഫലമായി സോവിയറ്റ് യൂണിയന് എതിരെ ഒരു ശക്തി പ്രകടനം നടത്തുന്നതിന് പകരം യഥാർത്ഥവും ക്രിയാത്മകവുമായ എന്തെങ്കിലും ചെയ്യാനാണ് പിന്നീട് അമേരിക്ക തീരുമാനിച്ചത്. അതോടെ ചന്ദ്രനെ തകർക്കുന്നതിന് പകരം ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കുക എന്ന മഹത്തായ ഒരു ലക്ഷ്യത്തിലേക്ക് അവരുടെ ശ്രദ്ധ തിരിഞ്ഞു. നമുക്ക് ചന്ദ്രനിൽ ബോംബിടാൻ സാധിക്കും എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ വലുതാണ് നമ്മൾ ചന്ദ്രനിൽ കാലുകുത്തി എന്ന് പറയുന്നത് എന്ന തിരിച്ചറിവിലേക്കാണ് തുടർന്ന് അമേരിക്കൻ നയതന്ത്രജ്ഞർ എത്തിയത്. അങ്ങനെ 1959 US എയർഫോഴ്സ് പ്രൊജക്റ്റ് A119 ഔദ്യോഗികമായി റദ്ദാക്കി. റിപ്പോർട്ടുകൾ എല്ലാം നശിപ്പിക്കാൻ ഉത്തരവിട്ടു. പങ്കെടുത്ത ശാസ്ത്രജ്ഞരോട് ഇതേക്കുറിച്ച് ആരോടും ഒരക്ഷരം മിണ്ടരുതെന്ന് കർശന നിർദ്ദേശം നൽകി. ചന്ദ്രനെ അണുബോംബിടാനുള്ള ആ ഭ്രാന്തൻ പദ്ധതി ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ അതീവ രഹസ്യമെന്ന മുദ്ര ചാർത്തി അടക്കം ചെയ്യപ്പെട്ടു. പ്രൊജക്റ്റ് A119 റദ്ദാക്കിയതിന് ശേഷം അമേരിക്കൻ ചരിത്രം അതിവേഗം മുന്നോട്ട് നീങ്ങി. പിന്നീട് ലോകം കണ്ടത് അപ്പോളോ ദൗത്യങ്ങളുടെ വിജയമാണ്. മാനവികതയുടെ ആ വലിയ കുതിച്ചുചാട്ടം. ഇത് ചന്ദ്രൻ യുദ്ധത്തിൻ്റെ അല്ല, മറിച്ച് സമാധാനപരമായ സഹകരണത്തിൻ്റെ ഒരു പ്രതീകമാണെന്നുള്ള പൊതു കാഴ്ചപ്പാടിനെ കൂടുതൽ ബലപ്പെടുത്തി. പ്രൊജക്റ്റ് A119 പങ്കെടുത്തവർ വാക്കുപാലിച്ചു. ലിയനാർഡോ റൈഫലോ കാൾ സെഗനോ മറ്റുള്ളവരോ ആരും ഈ രഹസ്യം പുറത്തു പറഞ്ഞില്ല. അത് ശീതയുദ്ധകാലത്തെ ഒരു ഭ്രാന്തൻ സ്വപ്നം മാത്രമായി അവരുടെ ഓർമ്മകളിൽ ഒതുങ്ങി. വർഷങ്ങൾ കടന്നുപോയി. 1990കൾ. പ്രശസ്ത ശാസ്ത്ര എഴുത്തുകാരനായ കെ ഡേവിഡ്സൺ കാൾ സേഗൻ്റെ ജീവചരിത്രം എഴുതുന്ന തിരക്കിലായിരുന്നു. സേഗൻ്റെ പഴയകാല പ്രബന്ധങ്ങളും അപേക്ഷകളും പരിശോധിക്കുന്നതിനിടയിലാണ് ഡേവിഡ്സൺ ആ അപേക്ഷ ശ്രദ്ധിച്ചത്. 1959 ബെർക്ക്ലി യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫെലോഷിപ്പിന് വേണ്ടി കാൾ സേഗൻ അപേക്ഷിച്ചിരുന്നു. ആ അപേക്ഷയിൽ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളുടെ കൂട്ടത്തിൽ സേഗൻ ഇങ്ങനെ കുറിച്ചു: എ സ്റ്റഡി ഓഫ് ലൂണാർ റിസർച്ച് ഫ്ലൈറ്റ്സ്, പ്രൊജക്റ്റ് A119. ഇത് അതീവ രഹസ്യമായ ഒരു പ്രൊജക്റ്റിൻ്റെ പേരാണെന്നറിയാതെ, അല്ലെങ്കിൽ ഒരൽപ്പം അശ്രദ്ധയോടെ സേഗൻ അത് വെളിപ്പെടുത്തുകയായിരുന്നു. കെ ഡേവിഡ്സണിന് എന്തോ പന്തികേട് തോന്നി. എന്താണ് ഈ പ്രൊജക്റ്റ് A119? അദ്ദേഹം അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണം ഡേവിഡ്സനെ എത്തിച്ചത് പ്രൊജക്റ്റിൻ്റെ തലവനായിരുന്ന ലിയനാർഡോ റൈഫലിലേക്കാണ്. 1990കളുടെ അവസാനം വരെ റൈഫൽ ഈ രഹസ്യം സൂക്ഷിച്ചു. എന്നാൽ കാൾ സേഗൻ്റെ ജീവചരിത്രകാരൻ തന്നെ തേടി വന്നപ്പോൾ അദ്ദേഹം മനസ്സ് തുറക്കാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും ശീതയുദ്ധം അവസാനിച്ചിരുന്നു. സോവിയറ്റ് യൂണിയൻ തകർന്നിരുന്നു. രഹസ്യം സൂക്ഷിക്കേണ്ട ആവശ്യം ഇനിയില്ലെന്ന് റൈഫൽ കരുതി. 2000 ലിയനാർഡോ റൈഫൽ പ്രശസ്തമായ നേച്ചർ മാഗസിനിലൂടെ ആ കഥ ലോകത്തോട് വെളിപ്പെടുത്തി. അമേരിക്ക ചന്ദ്രനെ അണുബോംബിടാൻ പദ്ധതിയിട്ടിരുന്നു. ലോകം ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. കാൾ സേഗൻ്റെ പങ്ക് അപ്പോഴാണ് പൂർണ്ണമായി വെളിവാകുന്നത്. 1996 സേഗൻ മരിച്ചിരുന്നു. അതിനാൽ ആ വെളിപ്പെടുത്തലുകളോട് പ്രതികരിക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. തൻ്റെ ജീവിതകാലം മുഴുവനും ആണവായുധങ്ങൾക്കെതിരെയും സമാധാനത്തിനായും നിലകൊണ്ട സേഗൻ അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തിലെ ഈ ഇരുണ്ട അധ്യായം മനഃപൂർവ്വം മറച്ചുവെച്ചതാണോ എന്ന് പലരും സംശയിച്ചു. സേഗൻ അത് രഹസ്യമാക്കി വെച്ചു എന്ന് പറയുന്നതിലും ശരി, അത് വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് അനുവാദമില്ലായിരുന്നു എന്നതാണ്. അത് ഒരു ടോപ്പ് സീക്രട്ട് പ്രൊജക്റ്റായിരുന്നു. പക്ഷേ സേഗൻ്റെ പങ്ക് വളരെ നിർണായകമാണ്. ശാസ്ത്രീയമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ റിപ്പോർട്ടുകൾ തന്നെയാണ് ആ പ്രൊജക്റ്റ് റദ്ദാക്കാനുള്ള ഒരു പ്രധാന കാരണം. ഒരു തരത്തിൽ ചന്ദ്രനെ രക്ഷിക്കുന്നതിൽ കാൾ സേഗനും ഒരു പങ്ക് വഹിച്ചു.
പ്രൊജക്റ്റ് A119 കഥ വെളിച്ചത്തു വന്നപ്പോൾ അമേരിക്കൻ സർക്കാർ ആദ്യം ഈ വെളിപ്പെടുത്തലുകളെ നിഷേധിച്ചു. എന്നാൽ പിന്നീട് ഡീക്ലാസിഫൈ ചെയ്ത രേഖകൾ പുറത്തു വന്നതോടെ അവർക്ക് അത് സമ്മതിക്കേണ്ടി വന്നു. ഇന്ന് നമ്മൾ ചന്ദ്രനെ നോക്കുമ്പോൾ അത് ശാന്തമായി ബഹിരാകാശത്ത് നിലകൊള്ളുന്നു. അവിടെ നീൽ ആംസ്ട്രോങ്ങിൻ്റെ കാൽപ്പാടുകളുണ്ട്, അല്ലാതെ ഒരു അണുബോംബ് സ്ഫോടനത്തിൻ്റെ ഗർത്തങ്ങളില്ല. പ്രൊജക്റ്റ് A119 ശീതയുദ്ധത്തിൻ്റെ ഭ്രാന്തും ഭയവും എത്രത്തോളം വലുതായിരുന്നു എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ച മാത്രം പോരാ, അത് ഉപയോഗിക്കാൻ വിവേകം കൂടി വേണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം. ശാസ്ത്രം വിനാശകാരിയാകാനും സൃഷ്ടിപരമാകാനും ഒരേപോലെ ഉപയോഗിക്കാമെന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണവും. ചന്ദ്രൻ ഇന്നും അവിടെയുണ്ട്. എല്ലാ രാത്രിയിലും ഭൂമിക്ക് വെളിച്ചം തരുന്നു. ഒരുപക്ഷെ ലിയനാർഡോ റൈഫലിൻ്റെയും കാൾ സേഗൻ്റെയും ഉള്ളിലെ ശാസ്ത്രജ്ഞൻ സൈനികൻ്റെ ദൃഢമായ ആജ്ഞകൾക്ക് മുമ്പിൽ വിവേകപൂർവ്വം വിജയിച്ചതുകൊണ്ടാവാം അത്. അല്ലെങ്കിൽ ചന്ദ്രനിൽ കാലുകുത്തുക എന്ന മഹത്തായ സ്വപ്നം അതിനെ തകർക്കുക എന്ന ഭ്രാന്തൻ ആശയത്തെ പരാജയപ്പെടുത്തിയതുകൊണ്ടാകാം. ചരിത്രത്തിൽ എന്തു സംഭവിക്കുമായിരുന്നു എന്ന ചോദ്യത്തിന് ഒരിക്കലും പ്രസക്തിയില്ല. എങ്കിലും പ്രൊജക്റ്റ് A119 വിജയിച്ചിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ നമ്മുടെ ആകാശം ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല. ശാസ്ത്രത്തോടുള്ള നമ്മുടെ മനോഭാവം തന്നെ മറ്റൊന്നാകുമായിരുന്നു. പ്രൊജക്റ്റ് A119 കഥ മനുഷ്യൻ്റെ വിവേകശൂന്യതയുടെ മാത്രമല്ല, അവൻ്റെ വിവേകത്തിൻ്റെ കൂടി കഥയാണ്. ഭ്രാന്തിൻ്റെ വക്കോളം എത്തിയ ശേഷം ശരിയായ ഒരു പാത തിരഞ്ഞെടുത്തതിൻ്റെ ഉജ്ജ്വലമായ ഒരു കഥ. അടുത്ത തവണ നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ, ആ പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ ഓർക്കുക, അത് സമാധാനത്തിൻ്റെ പ്രതീകമായി ഇന്നും നിലനിൽക്കുന്നത് ചില നല്ല മനുഷ്യർ ചില മോശം ആശയങ്ങളെ വേണ്ട എന്ന് വയ്ക്കാൻ ധൈര്യം കാണിച്ചതുകൊണ്ടുകൂടിയാണ് എന്ന്. ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ ഉപേക്ഷിക്കപ്പെട്ട ആ പ്രൊജക്റ്റ് A119 ഒരുപക്ഷെ നന്ദി പറയാം, നിലാവിനെ നിലാവായി നിലനിർത്തിയതിന്. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യൻ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.